ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബുൽ ജനായിസിൽ കുറേ ഹദീസുകൾ വിശദീകരിച്ച് അല്ലേ, 12 ഹദീസുകൾ വിശദീകരിച്ചു. ഇനി ഏതാനും ഹദീസുകൾ ജനാസ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടു, നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടു. ഒന്നാമത്തെ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അഹ്മദ് മറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹാ ലൗ മുത്തി ഖബ്ലി ലഗസ്സൽതുകി ലൗ മുത്തി ഖബ്ലി ലഗസ്സൽതുകി റവാഹു അഹ്മദ് വഇബ്നു മാജ വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. അല്ലേ, എന്താ ഒന്നാമത്തെ ഹദീസ്? ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ലൗ മുത്തി ഖബ്ലി, എന്താ ലൗ മുത്തി, നിങ്ങൾ മരിച്ചാൽ, ഖബ്ലി എൻ്റെ മുമ്പ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചാൽ, ലഗസ്സൽതുകി, ഞാൻ നിങ്ങളെ കുളിപ്പിക്കും, ലഗസ്സൽതുകി, ഞാൻ നിങ്ങളെ കുളിപ്പിക്കും. അവിടെ പിന്നെ ജനാസ കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇമാം അഹ്മദും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഹിബ്ബാൻ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. വിധിയേരി തയ്യിബ്. എന്തിനാ ഈ ഹദീസ് ഇബ്നു ഹജർ കൊണ്ടുവന്ന്? എന്തിനാ കൊണ്ടുവന്ന്? ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം, ഭാര്യയാണ് ആദ്യം മരണപ്പെടുന്നതെങ്കിൽ എന്നുള്ള മസല അറിയിക്കാനാണ്. ഹദീസിനെ ഇബ്നു ഹിബ്ബാൻ സഹീഹ് ആക്കിയിട്ടുണ്ട്. ഇതിനൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മരിക്കുന്നതിൻ്റെ തൊട്ടും കുറച്ച് നാളുകൾക്ക് മുമ്പ് ബഖീഉൽ ഗർഖദ് ഖബർസ്ഥാൻ സിയാറത്ത് ചെയ്തു. എന്നിട്ട് സിയാറത്ത് ചെയ്ത് റസൂലുള്ളാഹി മടങ്ങുമ്പോൾ ശക്തമായ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി വാറ എന്നിട്ടാണ് വരുന്നത്, തലവേദന എടുത്ത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് തലവേദനയാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട് വാറ തലവേദന എടുത്തിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എന്ത് ചെയ്ത്, അവർ ഉള്ള സംസാരത്തിൽ ഒരു സംസാരമാണ് ലൗ മുത്തി ഖബ്ലി ലഗസ്സൽതുകി, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും നിങ്ങളെ ജനാസ കുളിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അത് വേറെ രീതിയിൽ ഉൾക്കൊണ്ടതും ഹദീസിൽ കാണാം. അപ്പം ഞാൻ ആദ്യം മരിക്കാൻ റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ എന്ന രീതിയിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിച്ചത് കാണാൻ സാധിക്കും. അത് ഭാര്യ ഭർത്തൃ സ്നേഹ ഭാഷണം മാത്രമാണ്, അല്ലാതെ അതിലൊരു പിന്നെ ഗൗരവപ്പെട്ടൊരു വിഷയമല്ല ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ആ ദീനത്തിൽ, ആ തലവേദനയിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ശയ്യാവലംബിയായി. പിന്നെ അതിൽ റസൂലുള്ളാഹി വഫാത്താക്കുകയാണ് ചെയ്തത്. ഏതായാലും അവിടെ ഇതാണ് ആ സാഹചര്യം. ലൗ മുത്തി ഖബ്ലി ലഗസ്സൽതുകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ സാഹചര്യം അതാണ്. ഇമാം അഹ്മദ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് ഇബ്നു മാജയും ഇബ്നു ഹജറും ഷൗക്കാനിയൊക്കെ ഇത് ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇതിനെ. അടുത്ത ഹദീസ് വഅൻ അസ്മാ ബിൻതു ഉമൈസിൻ്റെ ഹദീസ് അല്ലേ. വഅൻ അസ്മാ ബിൻതു ഉമൈസ് അന്ന ഫാത്തിമത റളിയല്ലാഹു തആല അൻഹ ഔസത് അൻ യുഗസ്സിലഹ അലിയുൻ റവാഹു അദ്ദാറഖുത്നി അൻ ബുറൈദ റളിയല്ലാഹു അൻഹ അസ്തഗ്ഫിറുല്ലാഹ് അൻ അസ്മാ ബിൻതു ഉമൈസിൽ നിവേദനം. അസ്മാ ബിൻതു ഉമൈസ് അൽ ഖസ്അമിയ അവർ ബനു ഖസ്അം ഗോത്രക്കാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെയൊക്കെ സഹോദരിയായിട്ട് വരും, വകയിൽ സഹോദരിയാണ്. അങ്ങനെ ആകുമ്പോൾ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ ഒക്കെ അമ്മായി ഖാലിദ് ബിൻ വലീദ്, അതേപോലെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അസ്മാ ബിൻതു ഉമൈസ് വളരെ സ്ഥാനമുള്ള ഒരു മഹദിയാണ്. മനസ്സിലായി. അവരെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ജാഫർ ബിൻ അബി താലിബ്. ജാഫർ റളിയല്ലാഹു അൻഹു മുഅത്തയിൽ വധിക്കപ്പെട്ടു. അപ്പോൾ അവരെ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണശേഷവും ആര് ജീവിച്ചിട്ടുണ്ട്? അസ്മ ജീവിച്ചിട്ടുണ്ട്. പിന്നെ
അലി ബിൻ അബി താലിബ് കല്യാണം കഴിച്ചു. അലി ബിൻ അബി താലിബ് കല്യാണം കഴിച്ചു അസ്മാ ബിന്തു ഉമൈസിനെ. ഒരു ഹിജറയുടെ 40 മരണപ്പെടുന്നത്. അലി റളിയല്ലാഹു മരണപ്പെട്ടതിന് ശേഷം. ഏതായാലും അസ്മാ ബിന്തു ഉമൈസ് പറയാണ്, അന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഔസത്ത്, അവർ വസിയത്ത് ചെയ്തു, അൻ യുഗസ്സിലഹ, അവരെ കുളിപ്പിക്കുവാൻ. ആര്? അലി റളിയല്ലാഹു കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വസിയത്ത് ചെയ്തു. റവാഹു ദാറഖുത്നി, ഈ ഹദീസ് ഇമാം ദാറഖുത്നി നിവേദനം ചെയ്തതാണ്. ഹദീസ് ഹസൻ എന്ന വിശേഷണത്തിന് അർഹമായ ഹദീസാണ്. ഇബ്നു ഹജറും മറ്റൊക്കെ ഇതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വിഷയമുള്ള എന്താ വെച്ചാൽ, ഇത് എന്തിനാ ഇബ്നു ഹജർ ഇവിടെ കൊണ്ടുവന്നത്? എന്തിനാ ഇബ്നു ഹജർ ഇത് കൊണ്ടുവന്ന്? ഇവിടെ ഭർത്താവിനെ ആർക്ക് കുളിപ്പിക്കാം? ഭാര്യക്ക് കുളിപ്പിക്കാം. ആദ്യത്തേത് ഭാര്യനെ ഭർത്താവിന് കുളിപ്പിക്കാം, ഇതറിയിക്കാനാണ്. ഈ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അസ്മാ ബിന്തു ഉമൈസും തമ്മിലൊരു സംഭാഷണം നടന്ന്. സംഭാഷണം എന്താ സംഭാഷണം എന്ന് വെച്ചാൽ, പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല തന്നെ പറയണ അസ്മയോട്, ഈ മയ്യത്ത് പിന്നെ കഫൻ ചെയ്യുമ്പോൾ, പിന്നെ ആണുങ്ങളാണല്ലോ അത് വഹിക്കുക, അപ്പോൾ കഫൻ ചെയ്യുമ്പോൾ കഫൻ തുണി എന്ത് ചെയ്യും? വരിഞ്ഞു മുറിക്കും. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു ഇസാറും ഒരു ഖമീസും പിന്നെ ഹിമാറ് പിന്നെ 2 ലഫയാണ് അല്ലേ? ലഫയാണ്. അപ്പോൾ അതിങ്ങനെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിൽ അവയവങ്ങൾ മുഴച്ചു കാണും. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല പറയണ, എങ്ങനെ അങ്ങനെ അന്യപുരുഷന്മാർ പിന്നെ ദൃഷ്ടിയിൽപ്പെടില്ലേ നമ്മുടെ അവയവങ്ങൾ എന്നുള്ളത് പറയണം. അപ്പോൾ അസ്മാ ബിന്തു ഉമൈസ് പറയണം, അവർ അബശീനിയയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. അപ്പോൾ അസ്മ പറയാണ്, ഞങ്ങൾ അബശീനിയയിൽ ക്രൈസ്തവർ ചെയ്യുന്ന ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അതെന്താണ്? പിന്നെ ക്രൈസ്തവർ അവരിൽ നിന്ന് സ്ത്രീകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ മൗക്കബ് ഉണ്ടല്ലോ, മൗക്കബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ജനാസയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വളച്ച് വെക്കൂലേ ഒരു സാധനം, എന്നിട്ട് അതിൻ്റെ ഒരു തുണിയിടും. സ്ത്രീകളുടെ ജനാസയാണെങ്കിൽ ഒരു മൗക്കബ് ഇങ്ങനെ വെക്കും മയ്യത്ത് കട്ടിൽപ്പേ, എന്നിട്ട് അതിന്മേൽ തുണിയിടും. അപ്പോൾ എന്ത് ചെയ്യില്ല? ജനാസ അങ്ങനെ മുഴച്ച് കാണൂല, അങ്ങനെയാണ് ഇതെങ്കിലും. അപ്പോൾ അങ്ങനെ ക്രൈസ്തവർ ചെയ്യാറുണ്ട് അവരുടെ സ്ത്രീകൾക്ക് എന്ന് അസ്മാ ബിന്തു ഉമൈസ് പറയാണ്. ആരോട്? ഫാത്തിമയോട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ എന്ത് ചെയ്യാൻ പറഞ്ഞു? എന്നാൽ ജനാസയെ ചെയ്യാൻ പറഞ്ഞു. സ്ത്രീകളുടെ മയ്യത്താണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്മേങ്ങനെ ഒരു പിന്നെ ഇത് കൊള്ളിയോ എന്തെങ്കിലുമൊക്കെ വളച്ച് വെച്ചിട്ട് അതിന്മേൽ തുണിയിടാൻ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വസിയത്ത് ചെയ്തത് അസ്മ ബിന്തു ഉമൈസ് ഉദ്ധരിക്കണം. അതിന് മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ലജ്ജ, മരിച്ചതിന് ശേഷം വിധിവിലക്കുകളില്ല, പക്ഷെ എന്നാലും ശരീരാവയവം സൂക്ഷ്മമായത് പുറത്തേക്ക് കാണരുത് എന്നുള്ള അവരുടെ ആ ഒരു ബോധം. അപ്പോൾ അസ്മ റളിയല്ലാഹു തആല അതിന് ആ വിഷയത്തിൽ പറഞ്ഞു കൊടുത്ത ഈ ഒരു രീതി. ഏതായാലും പിന്നെ അസ്മാ ബിന്തു ഉമൈസ് പറയാണ്, ഫാത്തിമ എന്ത് ചെയ്തു? അലിയാർ തന്നെ കുളിപ്പിക്കണം എന്ന് വസിയത്ത് ചെയ്തു. അത് ആരോടെ പറഞ്ഞ്? അസ്മാ ബിന്തു ഉമൈസിനോട്. അതിന് മനസ്സിലാക്കേണ്ടത്, ഫാത്തിമ ഈ വസിയത്ത് അസ്മയോട് പറയുമ്പോൾ അസ്മാ ബിന്തു ഉമൈസ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ മാത്രമല്ല, അസ്മയും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ വസിയത്ത് ചെയ്യുന്നുണ്ട്. അസ്മ തൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിൽ അസ്മ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസ്മാ ബിന്തു ഉമൈസും അലിയും കൂടിയിട്ടാണ് ഫാത്തിമയെ കുളിപ്പിച്ചിട്ടുള്ളത്. അതിന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ തന്നെ ഫാത്തിമ എന്ത് ചെയ്യും? നബി കുടുംബത്തിൽ നിന്ന് ആദ്യം മരണപ്പെട്ട ഫാത്തിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തൻ്റെ ദിനങ്ങൾ എണ്ണാണ്. അതുകൊണ്ട് അവർ വിട്ടിറങ്ങിയിട്ടില്ല കൂടുതൽ. അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹിൻ്റെ ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് തന്നെ ഫാത്തിമ വീട് വിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അവരവരുടെ വീട്ടിൽ തന്നെ, ഹുജറയിൽ തന്നെ ഒതുങ്ങിക്കൂടി അവർക്ക് പിന്നെ ആശ്വാസം പകർന്നും അവരെ സമാശ്വസിപ്പിച്ചും ശുശ്രൂഷിച്ചും അലി റളിയല്ലാഹു അൻഹു അവരോടൊപ്പമാണ്. കാരണം ഫാത്തിമാൻ്റെ വേദന റസൂലുള്ളാഹിൻ്റെ വേദനയാണ്. അതുകൊണ്ട് തന്നെ അലിയാർ ഒരിക്കലും ഫാത്തിമക്ക് പ്രയാസകരമാകുന്ന ഒരു കാൽവെപ്പ് നടത്തിയിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിന്നെ അവർ മരിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ കാണിച്ചിട്ടില്ല എന്നും അബൂബക്കർ റളിയല്ലാഹു നിസ്കരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതായ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പിന്നെ ഇമാം ദഹബിയൊക്കെ ഫാത്തിമ റളിയല്ലാഹു തആല രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു വന്നിട്ട് അവരോട് സംസാരിച്ചതും
അവരെ രോഗസന്ദർശനം നടത്തിയതും രോഗസന്ദർശനത്തിന് വന്നപ്പോൾ അലിയാരുണ്ടായിരുന്നു. അപ്പോൾ അലിയാർ പറയണം അബൂബക്കർ ദാ വന്നിരിക്കുന്നു നിങ്ങളെ കാണാൻ. അപ്പോൾ ഫാത്തിമ പറയണ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അലിയാർ വരാൻ പറഞ്ഞു. അങ്ങനെ ഫാത്തിമയോട് അബൂബക്കർ സംസാരിച്ചു. പിന്നെ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ട്. അതായത് റസൂലുള്ളാഹിൻ്റെ അനന്തര സ്വത്ത് പിന്നെ ഫാത്തിമക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അബൂബക്കറും ഫാത്തിമയും നടന്ന സംസാരങ്ങളുണ്ട്. ഏതായാലും ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് സംസാരിച്ചു. പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായതിൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് നിസ്കരിച്ചതുമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലി റളിയല്ലാഹു തആലയോട് ഇമാം വെക്കാൻ പറഞ്ഞു. അപ്പോൾ അലിയാർ പറഞ്ഞു ഞാൻ നിൽക്കില്ല, നിങ്ങൾ ഇമാം വെക്കാൻ പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു തആലയൊക്കെ നിസ്കരിച്ചു. പിന്നെ രാത്രിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫാത്തിമയെ മറമാടിയിട്ടുള്ളത്. അപ്പോൾ അബൂബക്കറിനെ പോലും ആരെയും അറിയിച്ചിട്ടില്ല എന്ന് ഹദീസിൻ്റെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അത് ഫാത്തിമയെ മറമാടുന്ന വിഷയം രാത്രിയിലാക്കിയതും അതേപോലെ തന്നെ അതിൽ കൂടുതൽ ആളുകളെ സഹകരിപ്പിക്കാതെ അലിയാർ മറമാടിയതും അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രത്യേകതയാണ്. അവരുടെ ആ ഒരു പിന്നെ സ്വഭാവമാണ്. കാരണം അവർ കൂടുതൽ ലജ്ജയുള്ളൊരു മഹദിയായിരുന്നു എന്നുള്ളത് കാരണത്താലാണ്. എന്നാൽ അവർ വഫാത്തായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്. രോഗിയായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ സന്ദർശിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതൊക്കെ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ്. പിന്നെ ഇവിടെ ഈ ഹദീസിൽ മനസ്സിലാക്കാനുള്ള പാഠം, ഫാത്തിമ ആരോടെ സംസാരിക്കുന്നത്? അസ്മാ ബിന്തു ഉമൈസിനോടാണ്. അസ്മാ ബിന്തു ഉമൈസ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധമാണ് അറിയിക്കുന്നത്. ഫാത്തിമക്ക് അടങ്ങാത്ത വിദ്വേഷമായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിനോട് എങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യനോട് എങ്ങനെ ഇതൊക്കെ പറയാം? അതുണ്ടാവില്ല. അപ്പോൾ ഇത്തരം സഹിയായിട്ടുള്ള ചരിത്ര റിപ്പോർട്ടുകൾ അറിയിക്കുന്നത് എന്താണ്? അന്ന് കാലങ്ങൾ അവർ തമ്മിലുടേതായ ആ ബന്ധമായിരുന്നു. ചില ചരിത്ര റിപ്പോർട്ടുകൾ അതേപോലെ തന്നെ ചില ഹദീസുകൾ പിന്നെ ഈ വിഷയത്തിൽ പിന്നെ അറിയിക്കുന്നത് അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളെയും കൂട്ടി വെച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും. തയ്യിബ്. ഏതായാലും ഇവിടെ അൻ അസ്മാ ബിന്തു ഉമൈസ് അന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഔസത് അൻ യുഗസ്സിലഹ അലിയുൻ റവാഹു അദ്ദാറഖുത്നി. അപ്പോൾ ഈ ഹദീസ് കൊണ്ടുവന്നത് ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം, ജനാസ കുളിപ്പിക്കാം എന്നുള്ളത് അറിയിക്കാനാണ്. അടുത്തത് ഹദീസ് വഅൻ ബുറൈദത റളിയല്ലാഹു തആല അൻഹു ഫീ ഖിസ്സത്തിൽ ഗാമിദിയ്യത്തി ലത്തി അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജ്മിഹാ ഫി സിന ഖാല സുമ്മ അമറ ബിഹാ ഫസുല്ലിയ അലൈഹാ വദുഫിനത്. റവാഹു മുസ്ലിം. طيب عن ബുറൈദ ഇബ്നുൽ ഹുസൈബ് ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ബുറൈദയിൽ നിവേദനം ഫി ഖിസ്സത്തിൽ ഗാമിദിയയുടെ ഖിസ്സയിൽ സംഭവത്തിൽ അല്ലത്തി ഗാമിദിയ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ അമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു ബിറജ്മിഹ അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ, അവരെ കല്ലെറിയുവാൻ, ഫിസിന സിനയുടെ വിഷയത്തിൽ വ്യഭിചാരത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ വ്യഭിചാര കുറ്റത്തിൽ കല്ലെറിയുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഗാമിദിയയുടെ സംഭവത്തിൽ ബുറൈദയിൽ നിവേദനം എന്താ? ഖാല ബുറൈദ പറയാണ് സുമ്മ അമറ ബിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷയത്തിൽ പിന്നീട് കൽപ്പിച്ചു. അങ്ങനെ ഫസുല്ലിയ അലൈഹ അവരുടെ മേൽ നമസ്കരിക്കപ്പെട്ടു. വദുഫിനത് അവരെന്ത് ചെയ്തു? മറമാടപ്പെടുകയും ഉണ്ടായി. വിഷയം ഈ മായിസ് ബിൻ മാലിക്കും പിന്നെ ഗാമിദിയയും, ഗാമിദിയ എന്നാണ് ജുമാന അൽ ഗാമിദിയ, അവരുടെ പേര് ജുമാന എന്നാണ്. ജുമാന അൽ ഗാമിദിയയും തമ്മിലുള്ള ആ പിന്നെ വ്യഭിചാര കുറ്റം, അതിൽ മായിസ് ബിൻ മാലിക് വന്നിട്ട് റസൂലുള്ളാഹിനോട് കുറ്റസമ്മതം നടത്തി. മായിസിനെ ശിക്ഷയ്ക്ക് വിധേയനാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസ് വന്ന് കുറ്റം ഏറ്റപ്പോൾ ഒരിക്കലും ആരെയാണ് എന്ന് അന്വേഷിച്ചിട്ടില്ല. മനസ്സിലായോ? അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഭ്രാന്താണ്, അങ്ങനെ ഉണ്ടാവില്ല ഒക്കെ പോകാനൊക്കെ പറഞ്ഞ്. പക്ഷെ വീണ്ടും പോയില്ല. 3-4 പ്രാവശ്യം വന്നിട്ട് അദ്ദേഹം സമ്മതിച്ച് എന്നെ തഹീറിന് ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മായിസിന് എന്ത് ചെയ്ത് റസൂലുള്ളാഹി കല്ലെറിയാൻ പറഞ്ഞത്. അപ്പോഴും അതിനൊരു മറ്റുണ്ട്. അതാരാ? മായിസ് ആരെയാണോ ചെയ്തത് അവർ റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല.
അത്രയും ഉണ്ടല്ലോ, ഇത്തരം കേസുകൾ അത്രയും ഇങ്ങനെ ചികഞ്ഞന്വേഷിക്കേണ്ട വിഷയമല്ല എന്നുള്ളത് കൂടി അതിന് മനസ്സിലാക്കേണ്ടത്. ആരെയാണ് ഇത് ചെയ്തതെന്ന് അവരെയും കല്ലെറിയണമെന്ന് എനിക്ക് റസൂലുള്ളാഹിനെ അന്വേഷിച്ചില്ല, മനസ്സിലായി. പിന്നെ മായിസ് കല്ലെറിയപ്പെട്ടപ്പോൾ പിന്നീടാണ് ആര് വരുന്നത്? ഹാമിദിയ വരുന്നത്. ഹാമിദിയ അവരുടെ പേര് ജുമാനയാണ്. ബനു ഹുമ്മദ്, ഇവർ ഈ അസ്ദ് ഗോത്രത്തിൻ്റെ ഉപഗോത്രമാണ് ഹാമിദിയ. ചില റിപ്പോർട്ടുകളിൽ അവർ ബനു ജുഹൈന ഗോത്രക്കാരിയാണ് എന്നും കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ജുഹൈനയുടെ ഉപഗോത്രമായ ഹാമിദ് അതിൽപ്പെട്ട സ്ത്രീയാണ്. അവരുടെ പേര് ജുമാന. ഏതായാലും ജുമാനയുടെ ഖിസ്സയിൽ, സംഭവത്തിൽ അവരുടെ പ്രത്യേകത അമർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജ്മിഹ ഫിസിന, വ്യഭിചാര കുറ്റത്തിൽ അവരെ കല്ലെറിയുവാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഹാമിദിയയുടെ സംഭവത്തിൽ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ അമറ ബിഹ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷയത്തിൽ കൽപ്പിച്ചു, ഫസുല്ലി അലൈഹ, അതിനാൽ അവർക്ക് നമസ്കരിക്കപ്പെട്ടു, അവർക്ക് ജനാസ നമസ്കരിക്കപ്പെട്ടു. വദുഫിനത്ത്, അവർ മറമാടപ്പെടുകയുണ്ടായി. മുസ്ലിമീങ്ങളുടെ കൂടെ, മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ അവർ മറമാടപ്പെട്ടു, അവർക്ക് ജനാസ നമസ്കരിക്കുകയും ഉണ്ടായി. ഇത് റവാഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്തിനാ ഇബ്നു ഹജർ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്ന്? ശിക്ഷാവിധി, അതാണ് ശരി. ശിക്ഷാവിധികൾ, ഇസ്ലാമിക ശിക്ഷാവിധികൾ ആരിലാണ് നടപ്പാക്കിയത്? ആ നടപ്പാക്കപ്പെട്ട വ്യക്തികൾക്ക് അവരെന്ത് ചെയ്യണം? അവർക്ക് ജനാസ സംസ്കരിക്കണം, അവരെ മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ എന്ത് ചെയ്യുക? മറമാടുകയും ചെയ്യുക. ഇത് അറിയിക്കാനാണ് ഈ സംഭവം കൊണ്ടുവന്നത്. കാരണം ഇസ്ലാമിക ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഈമാനോട് കൂടിയാണ് എങ്കിൽ അത് അവർക്ക് ശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈ ഹാമിദിയയുടെ വിഷയത്തിൽ പറഞ്ഞത്, ലഖദ് താബത് തൗബതൻ ലൗ ഉസിഅത് അലാ 70 മിൻ അഹ്ലിൽ മദീന ലകഫത്ഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ മഹദി ചെയ്ത തൗബ അത് മദീന നിവാസികളിൽ 70 പേർക്ക് വീതം വെച്ചാൽ അവർക്ക് തൗബയായിട്ട് അത് മതിയാകും എന്നാണ്. തൗബയായിട്ട് അവർക്ക് മതിയാകും എന്ന് പറഞ്ഞു. അത്രമാത്രം 70 ആളുകളുടെ തൗബ ഇവർ ചെയ്തിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് പറഞ്ഞത്. കാരണം അവരുടെ അവർ ഗർഭിണിയായിരിക്കെ വന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞതും പിന്നെ പ്രസവിച്ചിട്ട് വന്നതും പിന്നെ അവർ കുട്ടി പാല് കുടിക്കേണ്ട ആ ബാധ്യത ഉണ്ട്, അതുകൊണ്ട് പാല് കുടി മാറ്റിയിട്ട് വരാൻ പറഞ്ഞതും അങ്ങനെയൊക്കെ വന്നല്ലോ. അപ്പോൾ അവരുടെ ആ തൗബ വളരെ ഇതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഏതായാലും ഹാമിദിയ റളിയല്ലാഹു തആല അൻഹ അവരുടെ വിഷയത്തിൽ അവരെ ജനാസ കുളിപ്പിച്ച് നമസ്കരിച്ചു, അവരെ മറമാടപ്പെടുകയും ചെയ്തു മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ. അടുത്ത ഹദീസ് ജാബിർ ബിൻ സമുറ അൻ ജാബിർ ബിൻ സമുറത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഉതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ ഖതല നഫ്സഹു ബിമശാഖിസ് ഫലം യുസല്ലി അലൈഹി റവാഹു മുസ്ലിം. ജാബിർ ബിൻ സമുറ നമുക്ക് വന്ന റാവിയാണ് അല്ലേ, പലതവണ വന്നതാണ്. ജാബിർ ബിൻ സമുറ ഇബ്നു ജുനാദ അസ്വായി നമ്മൾ മുമ്പ് കുറേ പ്രാവശ്യം വന്ന റാവിയാണിത്. ജാബിർ ബിൻ സമുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ കുറേ കുട്ടികൾ ഇങ്ങനെ വരിയായിട്ടിരിക്കുമ്പോൾ റസൂൽ ഞങ്ങളെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ മുഖത്ത് ഇങ്ങനെ തടവി ആ തടവിയ മുഖത്തിൻ്റെ ഭാഗം അത് വളരെ ഭംഗിയോട് കൂടിയിട്ട് എനിക്ക് വയസ്സായിട്ട് നിലനിന്നിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ സ്പർശമേറ്റ ഭാഗം. അതാണ് ജാബിർ ബിൻ സമുറൻ്റെ പ്രത്യേകത. ഏതായാലും ജാബിർ ബിൻ സമുറ ഇബ്നു ജുനാദ അസ്വാഇ റളിയല്ലാഹു അൻഹു പറയാണ്, ഉത്തിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ബിറജുലിൻ, ഒരു വ്യക്തി കൊണ്ടുവരപ്പെട്ടു. അയാളുടെ പ്രത്യേകത ഖതല നഫ്സഹു. എന്താ ഖതല നഫ്സഹു? ആത്മഹത്യ ചെയ്ത്, അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഖതല നഫ്സഹു, അയാൾ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആത്മഹത്യ ചെയ്തൊരു വ്യക്തിയെ നബിയുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. അയാൾ ആത്മഹത്യ ചെയ്തത് മഷാഖിസ് അല്ലെങ്കിൽ മിഷ്കസ് മഷാഖിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആയുധങ്ങളുടെയൊക്കെ മൂർച്ചുള്ള തല ഉണ്ടല്ലോ, അതാണ് പറയും. ഈ അമ്പിൻ്റെയൊക്കെ ആ മൂർച്ചുള്ള തല, അല്ലെങ്കിൽ കത്തി, അതിനൊക്കെ മൂർച്ചുള്ള തല, അതിനാ പറയാം. അതിങ്ങനെ കുത്തി വെച്ചിട്ട് അയാൾ അതിന്മേൽ കടന്നിട്ടാണ് എന്ത് ചെയ്തത്? ആത്മഹത്യ ചെയ്തത്. മഷാഖിസ്, ആയുധത്തല, ആയുധത്തിൻ്റെ മൂർച്ചുള്ള തല, ഉറുപ്പ് ഭാഗം. അപ്പം മഷാഖിസ് കൊണ്ട് ആത്മഹത്യ ചെയ്ത വ്യക്തിയെ നബിയുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ഫലം യുസല്ലി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക്
നിസ്കരിച്ചില്ല. ഫലം യുസല്ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചില്ല അലൈഹി, അയാൾക്ക് വേണ്ടിയിട്ട്, അയാൾക്ക് ജനാസ നിസ്കരിച്ചില്ല. മുസ്ലിമിൻ്റെ ഹദീസാണ്. എന്താ ഈ ഹദീസ് അറിയിക്കണത്? എന്തിനാ ഇബ്നു ഹജർ ഇത് കൊണ്ടുവന്ന്? ആത്മഹത്യ ചെയ്തവർക്ക് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് അറിയിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മഹത്യ ചെയ്തവനും അതേപോലെ പൊതുമുതൽ കവർന്നെടുത്തവനും ജനാസ നിസ്കരിച്ചിട്ടില്ല. പൊതുമുതൽ, അതിന് ഗില്ല് അറിയാം, ഗാൽ, പൊതുമുതൽ കവർന്നെടുക്കുന്നവൻ അതേപോലെ ആത്മഹത്യ ചെയ്യുന്നവർ, അവർക്ക് നിസ്കരിച്ചിട്ടില്ല. അതാണ് അതിലുള്ള വിഷയം. കർമ്മശാസ്ത്രത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണെന്ത്, പിന്നെ ഈ പൊതുമുതൽ കവർന്നവൻ അതേപോലെ ആത്മഹത്യ ചെയ്തവൻ. പിന്നെ ഫുഖഹാക്കൾ വേറെയും കുറേ ആളുകൾ എണ്ണിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പിന്നെ ഖവാരിജികളെ പോലുള്ളതായ ഭീകരവാദികൾ, ഇങ്ങനത്തെയൊക്കെ ആളുകൾ, ഇവരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിയോടടുത്ത അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് റസൂൽ നിസ്കരിക്കാതിരുന്നത്? അത് മറ്റുള്ളവർക്കൊരു പാഠാകാനാണ്. ഈ ഏർപ്പാട് ഏറെ കുറ്റകരമാണ് എന്നുള്ളത് അറിയിക്കാനാണ്, പാഠാകാൻ. അതുകൊണ്ട് തന്നെ പിന്നെ മുസ്ലിമായ ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് എന്ത് ചെയ്യാം? എല്ലാവർക്കും ജനാസ നിസ്കരിക്കാം. പക്ഷേ അവർ ചെയ്യുന്ന ഇത്തരം കുറ്റങ്ങൾ, ആത്മഹത്യ ചെയ്യുക, പൊതുമുതൽ കവരുക എന്നുള്ള കുറ്റം, അത് വളരെ പിന്നെ കടുത്ത അപരാധമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇമാമിൻ്റെ നായിബ് അങ്ങനത്തെ പോലെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക? വിട്ടു നിൽക്കുക. സാധാരണക്കാർ നിസ്കരിക്കുക. കാരണം റസൂലുള്ള വിട്ടു നിന്നിട്ടുണ്ട്, മറ്റുള്ളവർ നിസ്കരിക്കുന്നത് റസൂലുള്ള തടഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞിട്ടില്ല. അത് പാടുള്ളതല്ല. കാരണം ഫർള് കിഫയാണ് ജനാസ സംസ്കാരത്തിൻ്റെ ഹുക്കും. അതുകൊണ്ട് തന്നെ നിസ്കരിക്കണം. വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും നിസ്കരിക്കണം. ആത്മഹത്യ കടുത്ത അപരാധമാണ് എന്നുള്ളത് ലോകരെ ബോധ്യപ്പെടുത്താനാണ് എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് ഇമാമന്മാരൊക്കെ വിട്ടു നിൽക്കണം എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. വിധിവിലക്കുകളാകാത്തവരാണ് ചെറിയ കുട്ടികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേത് ആത്മഹത്യ എന്ന് വിധിക്കാനും നമുക്ക് പ്രയാസമാണ്. അള്ളാഹു വിധിവിലക്കുകൾ ബാധകമാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ അവർ ചെയ്ത ആത്മഹത്യയാണെന്നുള്ളത് അവരുടെ മേൽ കുറ്റം ചേർത്താൽ നമുക്ക് പാടുള്ളതല്ല. അതൊരിക്കലും പാടുള്ളതല്ല. പിന്നെ ഈ പലരും അറിയുന്ന ആളുകൾ ആരാണ്? അവരെല്ലാം വിട്ടു നിൽക്കേണ്ടത് ആരാണ്? അതിൻ്റെ യോഗ്യരായ ആളുകളാണ്. ഇമാംമാർ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു പാഠാകും എന്ന രീതിയിലുള്ള ആളുകൾ, അവരാണ് വിട്ടു നിൽക്കേണ്ടത്. അതല്ലാതെ സാധാരണക്കാരും പൊതുജനങ്ങളും. അല്ല, അത് പാടുള്ളതല്ല. അപ്പോൾ അത് മുസ്ലിമായിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അയാൾ പാപം ചെയ്ത ആളാണെങ്കിൽ മറ്റു മുസ്ലിമീങ്ങൾ അള്ളാഹിനോട് തേടുകയാണ് അയാൾക്ക് പാപം പൊറുക്കാൻ വേണ്ടിയിട്ട്. ഷഫാഅത്ത് ചെയ്യാണ്, മനസ്സിലായില്ലേ? നിസ്കാരത്തിലും അല്ലാതെ അത് മുസ്ലിമീങ്ങളുടെ മേൽ ബാധ്യതയാണ്. പക്ഷേ ഈ ഒരു തെറ്റ്, അത് തെറ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം? ആളുകൾ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതിന് ആളുകൾക്ക് പാഠമാകുന്ന രീതിയിലുള്ള ആളുകളാണ് വിട്ടു നിൽക്കേണ്ടത്. ജനാസ നമസ്കാരത്തിന് ഇമാമ് നിൽക്കേണ്ടത് ഇമാമന്മാരാണ്, പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമന്മാരാണ്. കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് വലിയാണോ നിൽക്കേണ്ടത് അതല്ല ഇമാമാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. ഇമാമാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് തെളിവെന്ന് വെളിപ്പെടുന്നത്. ഇമാം നിന്നിട്ടുണ്ടെങ്കിൽ എന്തായി? അഭിപ്രായ വ്യത്യാസം തീർന്ന്. മറ്റേത് വലിയാണ് നിൽക്കേണ്ടതെങ്കിൽ ആരാണ് വലിയ? മകനാണോ വാപ്പയാണോ? മക്കളാണെങ്കിൽ തന്നെ ഏത് മകനാണ്? ഇതൊക്കെ അഭിപ്രായ വ്യത്യാസമാണ്. സമയം പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ടൊരു ഇമാം ഉണ്ടെങ്കിൽ എന്തുണ്ട്? അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, നിസ്കാരം നടക്കുകയും ചെയ്യും. ഷാഫിയാക്കളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയാണ് ഇമാമത്തിന് അർഹർ എന്നുള്ള വീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ വലിയനെയാണ് എന്ത് ചെയ്യുക? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുന്തിപ്പിക്കുക. ഹദീസുകൾ നോക്കുമ്പോൾ പിന്നെ ഇമാമാണ് ഇമാമത്തിന് അർഹൻ. അതുകൊണ്ടാണ് ഹസൻ റളിയല്ലാഹു തആല മരിച്ചപ്പോൾ ഹുസൈൻ ഉണ്ട് ജനാസ സംസ്കാരത്തിന്. പക്ഷേ അമീറിനെയാണ് എന്ത് ചെയ്തത്? ഇമാമാക്കി നിശ്ചയിച്ച്. ഹുസൈൻ പറയേണ്ട അമീറിനെ വിളിച്ചിട്ട് പിന്നെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് മരിച്ചവരുടെ ബന്ധു നിൽക്കുക എന്നുള്ളൊരു സുന്നത്തിന്, അങ്ങനെ ഒരു സുന്നത്തായി മാറുമല്ലോ ഹുസൈന് നിന്നാൽ. അതില്ലായിരുന്നുവെങ്കിൽ നിന്നെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം പിന്നെ
പിന്നെ ഈ അമവി പക്ഷപാതിയായിരുന്ന ആര്, പിന്നെ അന്നത്തെ ഗവർണർ, മദീന ഗവർണർ. അതുകൊണ്ടാണ് അലി ഹുസൈൻ പറയുന്നത്. പക്ഷേ ഹുസൈൻ ഇമാം നിന്നില്ല. ആരെന്ന് ഗവർണർ തന്നെയാണ് ഇമാം നിന്നത്. ആര് നിന്നാലും ജനാസംസ്കാരം വിടുന്നുള്ളതിൽ ഇഷ്കാലമൊന്നുമില്ല. പക്ഷേ ഏറ്റവും യോഗ്യനും അർഹനും ആര്, അത് ഒരു മഹല്ലിൽ ഇമാം ഉണ്ടെങ്കിൽ ഇമാമാണ്. അതാണ് തെളിവെന്ന് ബോധ്യപ്പെടുന്നത്. അതേസമയം പിന്നെ വസീയ് അങ്ങനെ ഉണ്ടാ, വസീയ് ഉണ്ട് എങ്കിൽ വസീയിനെയാണ് മുന്തിപ്പിക്കുക. വസീയ് ഉണ്ട് എങ്കിൽ, അതായത് ഒരാൾ മരിക്കണതിന് മുമ്പ് ഇന്ന ആൾ ഇമാമ് നിൽക്കണം എന്ന് വസീയത്ത് ചെയ്തതിന് ആ വസീയിനെയാണ് മുന്തിപ്പിക്കേണ്ടത്. ഇപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ മുഹമ്മദ് ബിൻ സീരീൻ ഇമാമ് നിൽക്കണം എന്നാണ് വസീയത്ത് ചെയ്തിരുന്നത്. അന്ന് മുഹമ്മദ് ബിൻ സീരീൻ ജയിലിലാണ്. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസീയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇമാമ് നിന്നു, എന്നിട്ട് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആലാനെ വസിയത്ത് ചെയ്തിരുന്നു അബൂ ഹുറൈറ ഇമാമ് നിൽക്കാൻ വേണ്ടിയിട്ട്. അബൂ ഹുറൈറയാണ് ആയിഷ റളിയല്ലാഹു തആലാനക്ക് ഇമാമ് നിന്നത്. വസീയ് ഉണ്ടെങ്കിൽ വസീയിനെയാണ് മുന്തിപ്പിക്കേണ്ടത്. പക്ഷേ അവിടെയും ഫുഖഹാക്കളുടെ ഒരു വിഭാഗം വസീയ് ഉണ്ടെങ്കിലും ശരി, ഒരു പിന്നെ ഔദ്യോഗിക ഇമാം ഉണ്ടെങ്കിൽ ആ ഇമാമാണ് ഇമാമത്തിന് ഏറ്റവും അർഹൻ എന്ന് പറഞ്ഞ ഫുഖഹാക്കളും ഉണ്ട്. കാരണം ഈ അഭിപ്രായ വ്യത്യാസവും ഖിലാഫും മയ്യത്തിന് മുന്നിൽ വെച്ചിട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവർ ഇത് പറയുന്നത്. തയ്യിബ്. അടുത്തത് ഹദീസ്. وعن أبي هريرة رضي الله تعالى عنه في قصة المرأة التي كانت تقم المسجد فسأل النبي صلى الله عليه وسلم عنها فسأل النبي صلى الله عليه وسلم عنها فسأل عنها النبي صلى الله عليه وسلم അങ്ങനെ ഉണ്ടാവില്ലേ, فسأل عنها النبي صلى الله عليه وسلم فقالوا ماتت فقال أفلا كنتم آذنتموني أفلا كنتم آذنتموني. നിങ്ങൾ അബ്ദുൽ നാസറിൻ്റെ കിതാബിൽ അങ്ങനെ അഫല കുൻതും എന്നുണ്ടോ? അഫല കുൻതും ആദൻതുമൂനി فكأنهم صغروا أمرها فقال دلوني على قبرها فدلوه فصلى عليها متفق عليه. وزاد مسلم ثم قال إن هذه القبور مملوءة ظلمة على أهلها وإن الله ينورها لهم بصلاة عليهم. طيب, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഏത് വിഷയത്തിൽ? ഫി ഖിസ്സത്തിൽ മർഅത്തില്ലത്തി കാനത്ത് തഖുമ്മുൽ മസ്ജിദ്, പള്ളി അടിച്ചു വൃത്തിയാക്കിയിരുന്ന സ്ത്രീയുടെ വിഷയത്തിൽ. ഫി ഖിസ്സത്തിൽ മർഅ, സ്ത്രീയുടെ വിഷയത്തിൽ, സംഭവത്തിൽ. അല്ലത്തി, ആ സ്ത്രീ അവരാരാണ്? കാനത്ത് തഖുമ്മുൽ മസ്ജിദ്, അവർ പള്ളി തൂത്തുവാരുമായിരുന്നു, വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ പള്ളി വൃത്തിയാക്കുമായിരുന്ന സ്ത്രീ, അവർ മരണപ്പെട്ടു. അവരുടെ സംഭവത്തിൽ അബൂ ഹുറൈറയിൽ നിവേദനം. അവർ മരിച്ചപ്പോൾ ഫസഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെക്കുറിച്ച് ചോദിച്ചു. അല്ലെങ്കിൽ ഫസഅല അൻഹ, അവരെക്കുറിച്ച് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു മാതത്, അവർ മരണപ്പെട്ടിരിക്കുന്നു, അവർ മരണപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഫലാ കുൻതും ആദൻതുമൂനി, അഫലാ കുൻതും ആദൻതുമൂനി എന്ന് പറഞ്ഞാൽ അഖ്ബർതുമൂനി അല്ലെങ്കിൽ ആലംതുമൂനി, നിങ്ങൾക്ക് എന്നെ വിവരം അറിയിച്ചു കൂടായിരുന്നോ? അതാണ് അഫലാ കുൻതും ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നെ അറിയിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല, ആ ഒരു രീതിയിൽ ഇസ്തിഫാമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല എന്ന അർത്ഥത്തിൽ. അഫലാ കുൻതും ആദൻതുമൂനി ഫകഅന്നഹും സഗറു അംറഹ, ഫകഅന്നഹും, അപ്പം സഹാബത്ത് ആയതുപോലുണ്ട്. എങ്ങനെ? സഗറു അംറഹ, അവരുടെ കാര്യം ചെറുതായി കണ്ടതുപോലെ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വം, വലിപ്പം, അതിൻ്റെ സ്ഥാനത്ത് ഇവർ എന്താ, ഒരു പള്ളി അടിച്ചു വരുന്ന ഒരു പെണ്ണല്ലേ. അപ്പോൾ ആ രീതിയിൽ ഫകഅന്നഹും, അവർ സഗറു അംറഹ, അവരുടെ കാര്യം അല്പം ചെറുതായി കണ്ടു, ചെറുതായി കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചിത്ര റസൂലെ, നിങ്ങളെത്ര അള്ളാഹുവിൻ്റെ റസൂലാണ്, നബിയാണ്, ഇമാമാണ്, അവർ പള്ളി അടിച്ചു വരുന്ന ഒരു സാധാ സ്ത്രീ. അപ്പോൾ അവരുടെ വിഷയം, അവർ രാത്രിയാണ് മരിച്ചതും, രാത്രിയാണ് അവർ മരിച്ചത്. അപ്പോൾ രാത്രി തന്നെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അവർ മറമാടി. അപ്പോൾ റസൂലുള്ളാഹിനെ ഉറക്കത്തുനിന്ന് വിളിച്ച് കൊണ്ടുവന്ന് കറിയിക്കാൻ മാത്രം എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു, അവരുടെ കാര്യം ചെറുതായിട്ട് കണ്ടതുപോലെ. ഫഖാൽ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദുല്ലൂനി അലാ ഖബരിഹ, അവരുടെ ഖബർ നിങ്ങൾ എനിക്ക് അറിയിച്ചു തരൂ. ദുല്ലൂനി, നിങ്ങൾ എനിക്ക് അറിയിച്ചു തരൂ, അലാ ഖബരിഹ, അവരുടെ ഖബർ. ഫദല്ലൂഹു, അപ്പോൾ സഹാബത്ത് അത് അറിയിച്ചു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. ഫസല്ല അലൈഹ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നമസ്കരിച്ചു.
സല്ലല്ലാഹു അലൈഹി അവർക്ക് റസൂലുള്ളാഹി ഖബറിൻ്റെ അടുത്ത് നമസ്കരിച്ചു. മുത്തഫഖുൻ അലൈഹി. വസാദ മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ കൂടുതലുണ്ട്. അതെന്താ? സുമ്മ ഖാൽ, നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ, ഈ ഖബറുകൾ മംലൂഅത്തുൻ ദുൽമതൻ, ഇരുട്ടിനാൽ നിറക്കപ്പെട്ടതാണ്. മംലൂഅത്തുൻ ദുൽമതൻ, ഇരുട്ടിനാൽ നിറക്കപ്പെട്ടതാണ്. അല അഹ്ലിഹ, ആ ഖബറിലുള്ളവർ അതിലുണ്ടായിരിക്കെ. അപ്പോൾ ഖബറിലുള്ളവർ ഖബറിടങ്ങളിലായിരിക്കെ ഖബറൊക്കെ എന്താണ്? ഇരുട്ടിനാൽ നിറഞ്ഞതാണ്. വ ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു യുനവ്വിറുഹാലഹും, അവർക്ക് ഖബറിടം പ്രകാശിപ്പിക്കും. ബി സലാത്തി അലൈഹിം, അവരുടെ മേൽ എൻ്റെ സലാത്ത് കൊണ്ട്, അവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരുടെ മേൽ എൻ്റെ സലാത്ത് കൊണ്ട് അവരുടെ ഖബറിടം അള്ളാഹു അവർക്ക് പ്രകാശിപ്പിക്കും. തയ്യോ, എന്തിനാണ് ഇബ്നു ഹജർ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്ന്? എന്തിനാ കൊണ്ടുവന്ന്? മയ്യത്ത് മറമാടിയിട്ടുണ്ടെങ്കിൽ ഖബറിനരികിൽ പോയിട്ട് എന്ത് ചെയ്യാം? നിസ്കരിക്കാൻ അവസരമില്ലാത്തവർക്ക്, ഉണ്ടായിട്ടില്ലാത്തവർക്ക് നിസ്കരിക്കാം. ചിലർ പറഞ്ഞിട്ട് ഇത് റസൂലുള്ളാഹിക്ക് ഖാസാണെന്ന്. പക്ഷേ റസൂലുള്ളാഹിക്ക് ഖാസ് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം വേറെ ഹദീസുണ്ട് റസൂലുള്ളാഹി ഇതേപോലെ നിസ്കരിച്ചത്, അതായത് സഹാബത്തിനെയും കൂട്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. മക്ബറയിൽ നിസ്കാരം പാടില്ല അല്ലേ? മക്ബറയിൽ നിസ്കാരം പാടുള്ളതല്ല, അതാണ് പൊതുവിധി. പക്ഷേ അതിൽ നിന്ന് ഈ ജനാസ നിസ്കാരം ഒഴിവാണ്. കാരണം പിന്നെ ജനാസ നിസ്കാരത്തിൽ റുക്കോയില്ല, സുജൂദില്ല, ഒന്നുമില്ല. പിന്നെ നിന്നിട്ട് 4 പ്രാവശ്യം തക്ബീർ ചെല്ലുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 4 തക്ബീർ ചെല്ലുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു നിസ്കാരം ഒഴിച്ച് ബാക്കിയുള്ള നിസ്കാരങ്ങളൊന്നും ഇവിടെ പാടുള്ളതല്ല, മക്ബറകളിൽ പാടുള്ളതല്ല. ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടുള്ളതല്ല, മക്ബറ നിസ്കരിക്കാനുള്ള സ്ഥലവുമല്ല, ജനാസ നിസ്കാരം ഒഴിച്ച്. അതിന് ഈ ഹദീസ് തെളിവാണ്. സമയപരിധി ഏത് ജനാസക്ക് എത്ര വരെ നിസ്കരിക്കാം? ചിലർ പറഞ്ഞ് 3 ദിവസം വരെ നിസ്കരിക്കാം. ചിലർ പറഞ്ഞ് മയ്യത്ത് ഈ ജീർണിക്കുമല്ലോ, ആ ജീർണിക്കുന്ന കാലപരിധി വരെ നിസ്കരിക്കാം. ചിലർ പറഞ്ഞ് 1 മാസം വരെ. അതിനൊക്കെ ഓരോരുത്തർ അതിൻ്റേതായ തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ജനാസ ഇഴകുന്നത് വരെ എന്നുള്ളത് ഒരു ഇതായിട്ട് പറ്റൂല. കാരണം എന്താ? എപ്പോഴാണ് ജനാസ ഇഴകാന്ന് ആർക്കും അറിയാം? അത് പറ്റൂല. ശരിയോടെ അടുത്ത അഭിപ്രായം, നിസ്കരിക്കുന്നവനും ആർക്ക് വേണ്ടി നിസ്കരിക്കുന്നു അവരും സമകാലീനരാവുക എന്നുള്ളതാണ്. അവർ സമകാലീനരാവുക എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാക്കൾക്ക് വേണ്ടി നിസ്കരിച്ചു എന്ന് പറഞ്ഞില്ലേ? അതിപ്പോൾ പ്രാർത്ഥിച്ചു എന്നൊക്കെ അതിന് വരണമെന്നുണ്ടെങ്കിൽ നിസ്കരിച്ചു എന്ന് പറയുന്നതായ ആ ഒരു മസല റസൂലുള്ളാഹിക്ക് പ്രത്യേകമായിട്ടുള്ള നിസ്കാരമാണിത്. ഉഹദ് ശുഹദാക്കൾക്ക് റസൂൽ നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ 8 വർഷം പിന്നിട്ടാണ് ആ നിസ്കാരം. അപ്പോൾ നിസ്കരിക്കുന്നവനും നിസ്കരിക്കപ്പെടുന്നവനും സമകാലീനരായിരിക്കുക എന്നുള്ളതാണ്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുമ്പ് മരണപ്പെട്ടവർക്കൊന്നും ചെയ്തിട്ടില്ല, അവർ ഖബറിൻ്റെ അടുത്ത് പോയിട്ടോ മറ്റോ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് നിസ്കരിക്കുന്നവൻ ആർക്ക് വേണ്ടി നിസ്കരിക്കുന്നു അവർ സമകാലീനരാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ചിലർ പറഞ്ഞത് 1 മാസം. ഈ ഖബറിൻ്റെ അടുത്ത് പോയിട്ടുള്ളതായ മറഞ്ഞ രീതിയിലുള്ള മയ്യത്തിൻ്റെ നിസ്കാരം ഉണ്ടല്ലോ, അത് ഖബറിൻ്റെ അടുത്ത് പോയിട്ടുള്ളത് അനുവദനീയമാണ്. എന്നാൽ ഖബറിൻ്റെ അടുത്തല്ലാതെ ഇതര ഗായിബായിട്ടുള്ള ജനാസ നിസ്കാരം അതിന് പ്രൂഫില്ല. ഇൻഷാല്ലാ ഹദീസ് ഇൻഷാല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാഷിക്ക് നിസ്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം വരുമ്പോൾ നമുക്കവിടെ അത് ഇൻഷാല്ലാ മനസ്സിലാക്കാം. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.